നമുക്ക് 5th ക്വസ്റ്റ്യൻ ആണ് ചെയ്യാനുള്ളത്. ക്വസ്റ്റ്യൻ ഇതാണ്: പ്രൂവ് ദാറ്റ് ഇൻ ദ അരിത്തമെറ്റിക് സീക്വൻസ് 4, 7, 10 എക്സെട്ര ദ സ്ക്വയേഴ്സ് ഓഫ് ഓൾ ടേംസ് ആർ ഓൾസോ ടേംസ് ഓഫ് ദ സീക്വൻസ്. ഈ സീക്വൻസിലുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ്, അതായത് ടേംസിൻ്റെ സ്ക്വയർ എടുത്താൽ അതെന്താവും? ഇതിൽ തന്നെ വേറൊരു ടേമാണ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 4 എന്ന് പറയുന്നത് ഇതിലൊരു ടേമാണ്. 4ൻ്റെ സ്ക്വയർ എത്രയാണ്? 16 ആണ്. 16 ഇതിൽ എവിടെയെങ്കിലും ഒരു ടേമായിട്ട് വരും. ഓക്കെ. അതുപോലെ 7ൻ്റെ സ്ക്വയർ എത്രയാണ്? 49 ആണ്. 49 ഇതിലൊരു ടേമായിട്ട് വരും. ഓക്കെ. 10ൻ്റെ സ്ക്വയർ ആണ് 100 ഇതിലൊരു ടേമായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കും? ഇതിൻ്റെ ഓൾജിബ്രായിക് ഫോം കണ്ടുപിടിക്കണം. അതിന് എന്തൊക്കെ വേണം? എഫും വേണം, ഡിയും വേണം. എഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേമാണ് തന്നിട്ടുണ്ട് 4. കോമൺ ഡിഫറൻസ് ഡി കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് 7 - 4 ചെയ്യും. എത്ര കിട്ടും? 3 എന്ന് കിട്ടി. 7 - 4 ചെയ്തു. കോമൺ ഡിഫറൻസ് ഡി എന്ന് കിട്ടി. കോമൺ ഡിഫറൻസ് 3 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് കാണിക്കണം? ഇതിൻ്റെ ഓൾജിബ്രായിക് ഫോം എടുക്കണം. ഓൾജിബ്രായിക് ഫോം എടുക്കാം. ഓൾജിബ്രായിക് ഫോം ഈക്വൽ ടു, ഇക്വേഷൻ ഇതാണ്, എഫ് പ്ലസ് n - 1 ഇൻറ്റു ഡി അല്ലേ? ഈക്വൽ ടു എഫ് എത്രയാണ്? 4 പ്ലസ് n - 1 ഇൻറ്റു ഡി എത്രയാണ്? 3. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. 4 പ്ലസ് 3n - 3 എന്ന് വരും. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് വരുംതോറും പ്രാക്ടീസ് ആവും, സ്റ്റെപ്പുകളൊക്കെ കുറയണം. ഇനി നമ്മൾ എന്ത് ചെയ്യും? 4 - 3 ചെയ്യും. 1 + 3n എന്ന് വരും. ഓക്കെ, 1 + 3n നമുക്ക് ഓൾജിബ്രായിക് ഫോം കിട്ടി. ഓക്കെ, ഇത് അതായത് ഈ സീക്വൻസ് 4, 7, 10 എക്സെട്ര എന്ന് പറയുന്ന സീക്വൻസിലെ ഓരോ ടേമും ഈ രീതിയിലാണ്, ഈ ഫോമിലാണ് ഇരിക്കുന്നത്. 1 + 3n എന്ന് പറയുന്ന ഫോമിലാണ് എന്തിരിക്കുന്നത്? ഈ സീക്വൻസിലുള്ള എല്ലാ ടേംസും ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്ക്വയർ എടുക്കണം. സ്ക്വയറും ഇതിലെ ടേമാണ്, അതായത് ഈ ഫോമിൽ തന്നെ കിട്ടും. 1 + 3 ഇൻറ്റു എ നമ്പർ. ഏത് ഫോമിൽ കിട്ടും? 1 + 3 ഇൻറ്റു എ നമ്പർ സംതിങ്, ഓർ ഏതാണ് വാല്യൂ അത്. 1 + 3 ഇൻറ്റു ഇവിടെ ഒരു നമ്പർ എന്ന് കിട്ടും അല്ലേ? ഈ ഫോമിലാണെന്നാണ് നമ്മൾ കാണിക്കാനുള്ളത്. ഇതിൻ്റെ സ്ക്വയറും ഈ ഫോമിലാണെന്ന് നമുക്ക് കാണിക്കണം. മനസ്സിലായോ? സ്ക്വയർ ഈ 1 + 3 ഇൻറ്റു സംതിങ്, അത് നമുക്ക് കാണിക്കണം. ഓക്കെ, ചെയ്യാമല്ലോ. നമ്മളിനി എന്ത് ചെയ്യും? ഇതിൻ്റെ സ്ക്വയർ എടുക്കാൻ പോവുകയാണ്. സ്ക്വയർ എഴുതുമ്പോൾ എങ്ങനെ കിട്ടും? സ്ക്വയർ എടുക്കുകയാണേ. സ്ക്വയർ എടുക്കുമ്പോൾ 1 + 3n ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി അല്ലേ? ഈക്വൽ ടു a + b ദ ഹോൾ സ്ക്വയർ അല്ലേടാ ഇത്? a + b ദ ഹോൾ സ്ക്വയർ. a + b ദ ഹോൾ സ്ക്വയർ എന്താണ്? a + b ദ ഹോൾ സ്ക്വയർ. ഇതൊരു ഇക്വേഷൻ ആണ് പഠിച്ചിട്ടുള്ള. എങ്ങനെ കിട്ടും? a² + 2ab + b² ഓർ a² + b² + 2ab. ഏതാണ് നിങ്ങൾ പഠിക്കുന്നതെന്ന് വെച്ചാൽ അത്. അപ്പം ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ a², ദാറ്റ് ഈസ് a എത്രയാണ്? 1² + 2 ഇൻറ്റു a ഇൻറ്റു b, ദാറ്റ് ഈസ് 2 ഇൻറ്റു 1 ഇൻറ്റു b എത്രയാണ്? 3n ആണ് അല്ലേ? 3n + b², ദാറ്റ് ഈസ് 3n ദ ഹോൾ സ്ക്വയർ ചെയ്യണം. മനസ്സിലായോ? ഈക്വൽ ടു 1² 1 ആണ്. 1 + 2 ഇൻറ്റു 1 2 ഇൻറ്റു 3n 6n + 3n ദ ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് 3യുടെ സ്ക്വയർ കൊടുക്കണം, എന്നിൻ്റെ സ്ക്വയർ കൊടുക്കണം. 3യുടെ സ്ക്വയർ 9 ആണ്, എന്നിൻ്റെ സ്ക്വയർ n² ആണ്. കിട്ടി. ഓക്കെ, ഈക്വൽ ടു 1 + അതുപോലെ എഴുതി. നമുക്ക് ഏത് ഫോമിലാവണം? നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് 1 + 3 ഇൻറ്റു എന്തെങ്കിലും അല്ലേ? 3 ഇൻറ്റു ആക്കണം. ഈ 6n + 9n² എന്ന് നമുക്ക് 3 എടുക്കാനുണ്ടോ? ഉണ്ട്. 3 നമുക്ക് എടുക്കാം. 3 എഴുതി ബ്രാക്കറ്റിനുള്ളിൽ. 6n എന്ന് 3 എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്? 2n ഉണ്ട്. 2n എഴുതി. പ്ലസ് 9n² എന്ന് 3 എടുക്കാനുണ്ടോ? ഉണ്ട്. 3 എടുത്തു. എന്തുണ്ട് ബാക്കി? 3n² ഉണ്ട് അല്ലേടെ? വേണമെങ്കിൽ ഇതൊന്ന് ബ്രാക്കറ്റ് തിരിച്ച് ഓപ്പൺ ചെയ്താൽ ഇത് തന്നെ ആവും. 1 + അതുപോലെ എഴുതാം. 3 ഇൻറ്റു 2n എന്താവും? 6n ആവും. 3 ഇൻറ്റു 3n² 9n² ആവും. അങ്ങനെ തന്നെ കിട്ടും. അപ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നമ്മൾ ബ്രാക്കറ്റിൽ നിന്ന് 3 കോമൺ എടുത്ത് ഇങ്ങനെ എഴുതി. ഓക്കെ, ഇതല്ലേ നമ്മൾ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത്? 1 + 3 ഇൻറ്റു ഈ ഫോമിലാക്കണമെന്നല്ലേ നമ്മളിവിടെ എഴുതി വെച്ചിരുന്നത്? അപ്പോൾ ഇങ്ങനെ ആയില്ലേ? അതായത് ഒരു ഓൾജിബ്രായിക് ഫോം കണ്ടുപിടിച്ചു. ഓൾജിബ്രായിക് ഫോമിലായിരിക്കും നമ്മുടെ സീക്വൻസിലുള്ള എല്ലാ ടേംസും ഇരിക്കുന്നത്. ആ ടേംസിൻ്റെ സ്ക്വയർ എടുത്തു. അതാണ് നമ്മളിവിടെ ചെയ്തത് അല്ലേ? സ്ക്വയർ എടുത്തതാണ് നമ്മളിവിടെ ചെയ്തത് ആണല്ലോ. സ്ക്വയർ എടുക്കുമ്പോഴും എന്ത് ഫോമിൽ വരണം? 1 + 3 ഇൻറ്റു ആ ഫോമിൽ വരണം.
അതായത് ഓൾജിബ്രായിക് ഫോമിൽ തന്നെ വരണം. അതുപോലെ തന്നെ വന്നു. ഓക്കെ, അപ്പോൾ എന്താണ്, സ്ക്വയേഴ്സും ഇതിലെ ടേംസ് ആണ് എന്ന് മനസ്സിലായി. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. പ്രൂവ് ദാറ്റ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 5, 8, 11 ഡസ് നോട്ട് കണ്ടെയ്ൻ എനി പെർഫെക്റ്റ് സ്ക്വയർ. അതായത് പെർഫെക്റ്റ് സ്ക്വയർ ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഈ പറഞ്ഞ സീക്വൻസിൽ 5, 8, 11 എന്ന് പറയുന്ന സീക്വൻസിൽ കണ്ടെയ്ൻ ചെയ്യുന്നില്ല എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ ഏതൊക്കെയാണ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഏതൊക്കെയാണ്. 1 സ്ക്വയർ എത്രയാണ് 1, 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16. അങ്ങനെ സ്ക്വയേഴ്സ് അറിയാം. നമ്മൾ 30 വരെയുള്ള സ്ക്വയേഴ്സ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് എന്തായാലും പഠിച്ചിരിക്കണം, നമുക്കിനി വരുന്ന ചാപ്റ്റേഴ്സിലൊക്കെ ഉപയോഗമുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ത് ചെയ്തിട്ടില്ല, ഈ സീക്വൻസിൽ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഒന്നും ഇല്ല. പെർഫെക്റ്റ് സ്ക്വയർ ഫോമിൽ എഴുതാൻ പറ്റില്ല, ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ സ്ക്വയർ ആയിട്ട് എഴുതാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതോ ഒരു നമ്പറിൻ്റെയും സ്ക്വയർ ഇതിലില്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ആദ്യം സീക്വൻസിൻ്റെ എന്തെഴുതും, ഓൾജിബ്രായിക് ഫോം നമ്മൾ കണ്ടുപിടിക്കണം. നമ്മുടെ സീക്വൻസ് ഇതാണ് 5, 8, 11 എക്സെട്ര. ഇതിൻ്റെ ഫസ്റ്റ് ടേം എഫ് എന്താണ് 5 ആണ്. കോമൺ ഡിഫറൻസ് ഡി എത്രയാണ് 8 - 5 എന്ന് കിട്ടും, ദാറ്റ് ഈസ് 3. കോമൺ ഡിഫറൻസും കിട്ടി. നമുക്ക് ഓൾജിബ്രായിക് ഫോം വേണം. ഓൾജിബ്രായിക് ഫോം is equal to f plus n minus 1 into d അല്ലേ, ഇക്വേഷൻ അതല്ലേ. എഫ് എത്രയായിരുന്നു 5 പ്ലസ് n minus 1 into d എത്രയാണ് 3 ഈക്വൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം 5 പ്ലസ് 3n minus 3 എന്ന് വരും അല്ലേ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് 3 into n 3n, 3 into -1 -3 അല്ലേ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കിയേ. 5 - 3 എത്രയാണ് 5 - 3 2 ആണ്. 2 + 3n എന്ന് കിട്ടി, 2 + 3n. ഓക്കെ, 2 + 3n എന്ന് പറഞ്ഞാൽ 3n + 2 എന്നും കറക്റ്റ് അല്ലേ. 3n + 2 എന്ന് എഴുതിയാലും പ്രശ്നമില്ലല്ലോ. അപ്പോൾ 3n + 2 നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എഴുതിയത്, അങ്ങനെ എഴുതി വെച്ചു. ഇനി നമുക്ക് കാണിക്കാനുള്ളത് ഇതിൻ്റെ സ്ക്വയർ ഇതിൽ കണ്ടെയ്ൻ ചെയ്യുന്നില്ല, സ്ക്വയേഴ്സ് ഒന്നും കണ്ടെയ്ൻ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഓൾജിബ്രായിക് ഫോമിൻ്റെ സ്ക്വയർ എടുക്കണ്ടേ. സ്ക്വയർ എടുക്കുമ്പോൾ എങ്ങനെ വരും, സ്ക്വയർ എടുക്കുമ്പോൾ ഇതെങ്ങനെയാവും 3n + 2 the whole square which is equal to, അതായത് a + b the whole square ഫോമിലാണ് അല്ലേ. a + b the whole square എന്ന് പറഞ്ഞ ഇക്വേഷൻ എന്താ, നമ്മൾ മുന്നത്തെ ക്വസ്റ്റ്യനിലും പഠിച്ചിരുന്നു. a² + 2ab + b² അല്ലേ. അപ്പോൾ നമ്മളിതിവിടെ കൊടുക്കാം. a എത്രയാണ് 3n ആണ്, b എത്രയാണ് 2 ആണ്. അപ്പോൾ a² ദാറ്റ് ഈസ് 3n the whole square plus 2 into a into b ദാറ്റ് ഈസ് 3n into 2 പ്ലസ് b എത്രയാണ് 2² ഓക്കെ. ഇനി 3n the whole square എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെ സ്ക്വയർ എടുക്കണം. 3² 9 ആണ്, 9ൻ്റെ സ്ക്വയർ n² പ്ലസ് 2 into 3n എത്രയാവും 2 into 3n 6n into 2 എത്രയാവും 12 എന്നാവും അല്ലേ. 12n പ്ലസ് ബാക്കി 2² 4. ഓക്കെ, നമുക്ക് ഏത് ഫോമിൽ വരണം, ഇതാണ് നമ്മുടെ ഓൾജിബ്രായിക് ഫോം. അതായത് ഈ സീക്വൻസിലുള്ള എല്ലാ നമ്പേഴ്സും ഈ ഫോമിലായിരിക്കും. 3 into n plus 2 ദാറ്റ് ഈസ് 3 into എന്നിൻ്റെ പകരം ഏത് വാല്യൂവും വരാം. അപ്പോൾ 3 into സംതിങ് അല്ലേ പ്ലസ് 2 ഈ ഫോമിൽ നമുക്ക് കിട്ടണം. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ ആക്കാൻ പറ്റുമോ നോക്കാം. 9n² എന്ന് 3 എടുക്കാൻ പറ്റും, ഓക്കെയാണ്. 12n എന്ന് 3 എടുക്കാൻ പറ്റും, ഓക്കെയാണ്. 4 എന്ന് 3 എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പറ്റുന്ന ആൾക്കാരെന്ന് എടുക്കാം അല്ലേ, പറ്റുന്ന ആൾക്കാരെന്ന് വാല്യൂസ് എടുക്കാം. 3 പുറത്തെടുത്തു. 9n² എന്ന് 3 പോയാൽ ബാക്കി 3n² ഉണ്ട്, പ്ലസ് 12n എന്ന് 3 പോയാൽ ബാക്കി 4n ഉണ്ട്, ബാക്കിയുള്ള പ്ലസ് 4 അതുപോലെ എഴുതി. ഓക്കെ, നമുക്ക് 3 into ഇവിടെ ഒരു വാല്യൂ പ്ലസ് എന്തെന്ന് വന്നിട്ടുണ്ട് 4, അതായത് 3 into സംതിങ് അത് ഓക്കെയാണ്. ഇതുവരെ ഈ പാർട്ട് വരെ ഓക്കെയാണ്. പ്ലസ് 2 ആണ് വരാനുള്ള. നമുക്കിവിടെ എന്താ വന്നിരിക്കുന്നത് പ്ലസ് 4. അപ്പോൾ ഇത് ഓക്കെ ആവോ. നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് സ്ക്വയർ ഒന്നും കണ്ടെയ്ൻ ചെയ്യുന്നില്ല, ഇങ്ങനെ വരില്ല എന്ന് വേണം കാണിക്കാൻ. വരുന്നില്ല, കാര്യം എന്താണ് പ്ലസ് 2 വരണം, പ്ലസ് 4 എന്നാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതെന്തല്ല, ഇതെന്ത് ചെയ്യുന്നില്ല, ഈ സീക്വൻസിൽ 5, 8, 11 എന്ന് പറയുന്ന സീക്വൻസിൽ എന്ത് കണ്ടെയ്ൻ ചെയ്യുന്നില്ല, ഡസ് നോട്ട് കണ്ടെയ്ൻ എനി പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. സ്ക്വയർ ഒരു നമ്പറിൻ്റെ സ്ക്വയർ വരണമല്ലോ, നമുക്കിതിനെ ഈ രീതിയിലാക്കി എഴുതണമല്ലോ. സ്ക്വയർ എടുക്കുമ്പോഴും ഇതേ രീതിയിലായാൽ ഇതിൽ ഓക്കെയാണ്.
അപ്പോൾ ഇവിടെ എന്തില്ല, സ്ക്വയർ കണ്ടെയ്ൻ ചെയ്യുന്നില്ല. ഓക്കെ അല്ലേ? താങ്ക് യു.